ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ഇപ്പം 10 മണിയായി. ഇപ്പം ഞാനും ഫ്രണ്ട്സുമായിട്ട് താഴോട്ട് പോവാണ് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ. ഓക്കെ ഫ്രണ്ട്സ്. ഇപ്പോൾ ഫ്രണ്ട്സ്, ഈ കടയിലാണ് ഞങ്ങൾ വന്നത്. ഈ കടയുടെ പേര് റെഡ് വേവ് എന്നാണ്. ഇവിടുത്തെ ഒരു വലിയൊരു കടയാണ്. നമുക്ക് വേണ്ടുന്ന പച്ചക്കറികൾ അതുപോലുള്ള ബാക്കിയുള്ള ആവശ്യങ്ങളുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഈ കടയിൽ നിന്ന് മേടിക്കാൻ പറ്റും. ഇപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് വരുന്നത് ഈ കടയിലാണ്. അത്യാവശ്യം കുറച്ച് വില കുറവുണ്ട് നമുക്ക് ഈ കടയിൽ നിന്ന് സാധനങ്ങൾക്ക്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് ഈ കടയിൽ വന്ന് മേടിക്കും. ചില സാധനങ്ങളൊക്കെ വേറെ കടയിൽ നിന്നും മേടിക്കും. ഇപ്പം ഫ്രണ്ട്സ്, ചിക്കൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 1 കിലോ, ഇത് 1 കിലോയാണ്. 1 കിലോയ്ക്ക് ഇവിടുത്തെ 70 രൂപയാണ്. അതായത് നാട്ടിലെ 350 രൂപയാണ് 1 കിലോ ചിക്കന്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചു. ഞങ്ങൾ ചിക്കൻ മേടിച്ചിട്ടുണ്ട്. ഇന്ന് ചിക്കൻ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ കുറച്ച് അരി മേടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചക്കറി, സബോള, തക്കാളി, അങ്ങനെ കുറച്ച് പച്ചക്കറി മേടിച്ചു. പിന്നെ കുറച്ച് മസാല ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പർച്ചേസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം, എന്നിട്ട് കുക്കിംഗ് തുടങ്ങാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ റൂമിലെത്തി. അപ്പോൾ നമുക്ക് ഇനി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ സവാള ഗിരിഗിരി. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാം അരിഞ്ഞിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചു. ഇനി അതിനകത്ത് ഗാർലിക് പേസ്റ്റാണ് നമ്മൾ ഒഴിച്ചത്. ആദ്യം അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ നമ്മുടെ കാശ്മീരി മുളക് പൊടി. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആൻഡ് ഗൈസ്, ഫൈനലി നമ്മളുടെ ചിക്കൻ കറി ഇതാ റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ നല്ലൊരു അടിപൊളി ചിക്കൻ കറിയാണ് നമ്മളിന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ചിക്കൻ കറിയും കൂട്ടി കഴിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ പറയുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത തവണ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.